ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി ചവറ സ്പെഷ്യൽ സ്കൂളിലാണ്. ഇന്ന് ഏജനറ്റ് ന്യൂസ് ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. 23ാമത് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾ ഉള്ള സ്കൂളാണ് നമ്മുടെ ചവറ സ്കൂൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, അവരുടെ ആ കരവിരുന്ന്, പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ആ കരവിരുന്ന് നമുക്കൊന്ന് ആദ്യം കാണാം. അപ്പോൾ നമ്മൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ മക്കൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന എൻ്റെ പുറകിൽ കാണുന്ന സിസ്റ്റേഴ്സും അതേപോലെ തന്നെ അധ്യാപകരൊക്കെയാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദനങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഇവർ മികച്ച ഒരു പ്രകടനമാണ് സംസ്ഥാന തലത്തിൽ പ്രവൃത്തി പരിചയമേളയിൽ ഇരിട്ടി ചവറ സ്കൂളിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ പ്രിൻസിപ്പാളുണ്ട്, അതേപോലെ തന്നെ അധ്യാപകരൊക്കെ ഉണ്ട്, മക്കളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഏജനറ്റിലെ പ്രേക്ഷകരെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊന്ന് കടന്നെല്ലാം വാ. സിസ്റ്ററെ, വളരെ മികച്ച നേട്ടമാണ് 23ാമത് സംസ്ഥാന ഈ പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ ചവറ സ്കൂൾ നേടിയിരിക്കുന്നത്. ഈ ഒരു നിമിഷം എങ്ങനെ സിസ്റ്റർ നോക്കിക്കാണും? അതെ, വളരെ മികച്ച പ്രകടനം തന്നെ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ ഈ സ്കൂളിൽ നിന്ന് 30 കുട്ടികളാണ് പങ്കെടുത്തത്. 30 കുട്ടികളും എ ഗ്രേഡ് നേടി. അതുപോലെ വിവിധ ഇനങ്ങളിലായി 4 കുട്ടികൾ ഫസ്റ്റും 3 കുട്ടികൾ സെക്കൻഡ് പ്രൈസും 6 കുട്ടികൾ തേർഡ് പ്രൈസും നേടി. ഈ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. അത് പ്രകടമാക്കുന്നതാണ് ഇന്ന് നമ്മളിവിടെ മികവുത്സവമായിട്ട് കാണുന്നത്. വളരെ ഗംഭീരമായിട്ട്. ഇത് എത്ര ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രയത്നത്തിന്? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിനുള്ള പ്രാക്ടീസായിരുന്നു നടത്തിയിരുന്നത്. എങ്ങനെ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പേരൻസും കുട്ടികളും വളരെ ആവേശകരമായിട്ടാണ് ഈ പ്രവൃത്തി പരിചയമേളയിൽ പങ്കുകൊള്ളാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. അധ്യാപകർ ഇവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര വിദ്യാർത്ഥികളാണുള്ളത്? 66 കുട്ടികളാണ് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഇവിടെ ഉള്ളത്. അതിൽ 30 കുട്ടികളും ഈ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്തു. പകുതിയിൽ അധികം വരെ പങ്കെടുത്തു അല്ലേ? അപ്പോൾ വേറെ കലാപരമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ? കലാപരമായും കായികപരമായും വളരെയേറെ കഴിവുകളുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കലാപരമായിട്ട് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലാമേളയിൽ ഈ വർഷം ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, പിന്നെ മൈമ്, പദ്യപാരായണം, അങ്ങനെ വിവിധ ഇനങ്ങളിൽ ധാരാളം പ്രൈസുകൾ നേടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കായികമേളയിലാണെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ ഇപ്പോൾ 4 കുട്ടികൾ നാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുകയാണ്. ചവറ സ്കൂൾ മികച്ച പ്രകടനമാണ് ഇവിടുത്തെ ഈ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇതിന് ഈ ഒരു 23ാമത് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ഇവിടെ മിന്നും പ്രകടനം കാഴ്ചവെച്ച മക്കളുണ്ട് ഇവിടെ. നമുക്ക് അവരെ ഒന്ന് വൃത്തിക്കൊന്ന് കാണാം അല്ലേ?
അപ്പോൾ നമ്മൾ മക്കൾ വളരെ വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ മക്കളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ മക്കളുടെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പ്രകടനം? മോളുടെ ക്ലാസ്സും പേരൊക്കെ പറഞ്ഞിട്ട് ആ പ്രകടനത്തെക്കുറിച്ച് പറയാം. എൻ്റെ പേര് സിൽഹ ഫാത്തിമ. ഞാൻ 8ലാണ് പഠിക്കുന്നത്. തിരുവനന്തപുരം പോയി 30 പേരാണ് സമ്മാനം വാങ്ങി. ചാവറ ഹൈസ്കൂളിൽ എല്ലാവർക്കും നല്ല സന്തോഷം കൊണ്ട് ഇതാണ്. പിന്നെ ഞാൻ ഈ കൊല്ലമാണ് ചാവറ ഹൈസ്കൂളിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം പോയത്. അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടിയതിന് സന്തോഷം. വളരെ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ മക്കളുടെ ഒരുപാട് കലാപരമായിട്ടുള്ള കഴിവുള്ളവരും കായികപരമായിട്ട് കഴിവുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ മക്കളുടെ ഈ സന്തോഷത്തിലൊന്ന് പങ്കുചേരാം. ഏജനറ്റും പങ്കുചേരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ല പാട്ടും കവിതയൊക്കെ പാടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നല്ലൊരു കവിത പാടുന്ന ഒരാളെ, പാട്ട് പാടുന്ന ഒരാളെ നമുക്കൊന്ന് ക്ഷണിക്കാം. ഒരു കവിത പാടിത്തരാൻ വേണ്ടി ഒരു നല്ലൊരു മോള് വന്നിരിക്കുകയാണ്. എന്താ മോളെ പേര്? ശ്രീനന്ദാരം. ഓക്കെ, പാടിക്കും. ഉമ്മറത്തന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ, അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. തിരികെട്ടുപോയ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. ഉരുകുന്നു മരവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ, ഉള്ളിലെ കനവുമെൻ ആരുരാരോഗ്യവും. ഉരുകുന്നു മരവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ, ഉള്ളിലെ കനവുമെൻ ആരുരാരോഗ്യവും. ഒരു നാളിലൊരു വേള ഞാനുമെന്നമ്മയും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഉഷാറായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ടാണ് നമ്മളെ ചവറ സ്കൂളിലെ വിദ്യാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാട്ട് മാത്രമല്ല, ഒരു മോണാക്റ്റൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഒരു മോനോടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നിർമ്മൽ വാ. ഓക്കെ, അപ്പോൾ മികച്ച പ്രകടനമാണ്. നല്ലൊരു മൂകാഭിനയമാണ് കാഴ്ചവെച്ചത്. നല്ലൊരു കഴിവെടുത്ത മക്കള്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മുടെ മക്കളെ പെർഫോമൻസ് കണ്ട് ഇപ്പോൾ ഹാരിസ് മാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹാരിസ് മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷ് ഒരു 26 വർഷമായി വേറൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 2 മാസമായിട്ടാണ് നമ്മൾ ചവറ സ്കൂളിൽ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാറിൻ്റെ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് സാർ? ഞാൻ 26 വർഷമായി തലശ്ശേരി മുബാർക്ക് ഹൈസ്കൂളിൽ ചിത്രകല അധ്യാപകനായിരുന്നു. അവിടുന്ന് പ്രൊട്ടക്ഷനായിട്ടാണ് ഇവിടേക്ക് വന്നത്. ഞാൻ പല സ്കൂള് ഇതുപോലെ BRCയിൽ വർക്ക് ചെയ്തപ്പോൾ പല സ്കൂളും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഒരുപാട് വർക്കുകൾ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പിള്ളേർ ഞാനിപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ ഇതേ കാണിച്ചാൽ വളരെ പെട്ടെന്ന് കേച്ച് ചെയ്യും. നല്ല മിടുക്കന്മാരായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ഇപ്പോൾ ഇവിടുത്തെ വർക്കുകൾ കണ്ടാൽ തന്നെ അറിയാം. സാധാരണ സ്കൂളിൽ കാണുന്നതിലും വളരെ മികച്ച പ്രകടനമാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ടല്ലേ?
അപ്പോൾ ഇനി സാറിൻ്റെ വളരെ ഒരു പ്രയത്നം ഉണ്ടാവും ഈ മക്കളെ കലാരംഗത്തേക്ക് ഈ പ്രവൃത്തി മേളയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവും. അപ്പോൾ സാറിൻ്റെ വളരെ പ്രയത്നമുണ്ട്. സാറ് പറഞ്ഞത് 26 വർഷം വേറൊരു സ്കൂളിൽ നിന്ന് ഇപ്പം വന്നിട്ട് തന്നെ 2 മാസമായിട്ടുള്ളൂ. 2 മാസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ മക്കളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെ സാറ് എടുത്തു പറയുകയുണ്ടായി. സാറിൻ്റെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ സാറിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഏജനെറ്റ് ചാനൽ വന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ ചാലോട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ബാലകൃഷ്ണൻ. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ നമ്മുടെ അടുത്ത് തന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് 2 കുട്ടികളുടെ ഉണ്ടായിരുന്നു മുന്നേ ചവറ സ്പീഷ്യൽ സ്കൂളിൽ. അപ്പോൾ അവരെ ആ അറിവ് വെച്ചിട്ടാണ് എൻ്റെ അറിവ്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്കൂൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആ കുട്ടികൾ സ്വർണ്ണമൊക്കെ നാഷണൽ ലെവലിൽ പോയി സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുട്ടികളാണ്. ആ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അവിടെ നോക്കുമ്പോൾ ശരിക്കൊരു അഭിമാനം തന്നെ തോന്നുന്നു എൻ്റെ കുട്ടീനെ ഇടി അയച്ചതിൽ. അത്രയും ഒരു നല്ല കുട്ടികളാണ്, നല്ല കഴിവുള്ള മക്കളാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സും വളരെ പ്രയത്നിച്ചിട്ടാണ് ആ കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കുന്ന എല്ലാ കഴിവും ഉണ്ടാക്കിയെടുക്കലാണ് കുട്ടികൾ. അപ്പോൾ അത് ഒരു കുറവായിട്ട് നമുക്ക് കുട്ടികളൊക്കെ നമുക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് സ്കൂളിനെ കുറിച്ചിട്ട്. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 23ാമത്തെ പ്രവൃത്തി പരിചയമേളയിൽ ചാവറ സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾക്ക് വളരെ ഗംഭീര പെർഫോമൻസാണ് നടത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്.
ശങ്കയിൽ അപമാനിതയായി മണ്ണിൻ മകൾ യാത്രയാകുമ്പോൾ അവൾക്കായി തൂവുന്നു യാത്രാമൊഴി. ഇതു കണ്ണീർ മഴയുടെ കരുണരസം, കരുണരസം. അതിവൃഷ്ടിയായി പെയ്യവേ ഗോവർദ്ധനം കുടയാക്കിയ തീരം കംസന്റെ തടവറയിൽ തളർന്നൊരമ്മ മുറ്റത്തു പേടിച്ച് രാത്രി മഴ കുഴിനീരും കുപ്പിയിൽ വിൽപ്പനക്കെത്തുമ്പോൾ ഈ ബൽസ്വഭാവമാർന്ന രാസമഴ. അതു കേട്ട് സ്വാതിമുനി ഹൃദയത്തിലുണരുന്നു അനവധവാദ്യത്തിൻ താളമേളം. എത്തും വരെ ഇത് മഴയുടെ ശാന്തഭാവം. ചേർന്ന നവമധുവിനെ പോലെ വെറുതെ പട്ടുടുപ്പിച്ച കാലം, ആദ്യ മുഴുത്ത മനുഷ്യന്റെ കളികള പച്ചയുടെ അടകൾ ചെയ്യുന്ന കാലം, മഴവിൽ മനരാമാനം മേലെ കണ്ണീരുണങ്ങാത്ത ഭൂമി താഴെ ഉറത്തിയെത്തിയിരുന്നു തരുതിക്കുമിടർന്നു പാദതാളം. പേമാരിയായി പ്രളയമായി ഉരുൾപൊട്ടലായി പറയാതെ പറയുന്നു പ്രകൃതി. സർവം സകയല്ല ഭൂമി, ഒരു സർവം സകയല്ല ഈ ഭൂമി. വരും
നാളുകളിൽ ഈ സ്കൂളിലും അതുപോലെ തന്നെ ഈ സ്കൂളിലെ വരുന്ന വിദ്യാർത്ഥികൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പഠന രംഗത്തും അതുപോലെ തന്നെ കായിക രംഗത്തും ഈ പ്രവൃത്തി പരിചയമേള രംഗത്തും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ചവറ സ്കൂളിൽ നിന്നും ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.